റിയൽമി GT7 നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. സോ വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ആദ്യമായി നമുക്കിതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ബാക്ക് കവർ അടങ്ങുന്ന ബോക്സാണ്. അതിനോടൊപ്പം കുറച്ച് ഡോക്യുമെൻറ്റ്സും ഉണ്ട്. പിന്നീട് നമ്മുടെ റിയൽമി GT7 കാണാം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും അതിനോടൊപ്പം ടൈപ്പ് A to ടൈപ്പ് C കേബിളും കാണാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ച് സ്ക്രീൻ സൈസ് വരുന്ന LPTO AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇതിന് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. HDR10+ൻ്റെയും ഡോൾബി വിഷൻ്റെയും സപ്പോർട്ട് ഇതിനുണ്ട്. 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഇതിന് നോർമൽ യൂസേജിന് നമുക്കൊരു 1600-2000 പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നതാണ്. ലേറ്റസ്റ്റ് Android 15 ഈ ഫോൺ ഇപ്പോൾ വരുന്നത്. മാത്രമല്ല ഇതുകൂടാതെ 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഇതിനോടൊപ്പം ഫ്യൂച്ചറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിയൽമിയുടെ 6.0 UAയിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. മീഡിയാടെക്കിൻ്റെ Dimensity 9400E എന്ന 4 നാനോമീറ്റർ ചിപ്സെറ്റാണ് ഇതിന് വരുന്നത്. വളരെ നല്ലൊരു മികച്ച ചിപ്സെറ്റ് തന്നെയാണ് റിയൽമി ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം മാലിയുടെ Immortalis G720 എന്ന GPUവും കൊടുത്തിട്ടുണ്ട്. 8GB മുതൽ 16GB വരെയുള്ള LPDDR5X റാം വേരിയൻസ് വരുന്ന ഈ ഫോണിൻ്റെ മെമ്മറി ഓപ്ഷൻസ് 256GBയും 512GBയുമാണ്. ഇത് UFS 4.0 ടെക്നോളജിയിൽ വരുന്നതാണ്. 7000 mAh സിലിക്കൺ കാർബൈഡ് ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മികച്ച ബാറ്ററി ബാക്കപ്പ് ഈ ഫോൺ തരുന്നുണ്ട്. റിയൽമിയുടെ സെറ്റിങ്സിൽ തന്നെ നമ്മുടെ ആപ്പിൾ ഫോണുകളിൽ കാണുന്ന പോലെ ബാറ്ററിയുടെ ഹെൽത്ത് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് കാണാവുന്നതാണ്. 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 7.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയേർഡ് ചാർജിങ്ങും അതുപോലെ തന്നെ ബൈപ്പാസ് ചാർജിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ് സ്കാനർ, IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ്, NFC, ബ്ലൂടൂത്ത് 5.4, ഇൻഫ്രാറെഡ് പോർട്ട് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. 21 lakh എബവ് ആണ് ഇതിൻ്റെ AnTuTu സ്കോർ വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ 50 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാപിക്സലിൻ്റെ തന്നെ 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ലെൻസും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ലെൻസിന് PDIFും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് 30 FPS വരെയുള്ള 8K വീഡിയോസും 120 FPS വരെയുള്ള 4K വീഡിയോസും 240 FPS വരെയുള്ള ഫുൾ HD വീഡിയോസും എടുക്കാൻ സാധിക്കുന്നതാണ്. ഗൈറോ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും ഡോൾബി വിഷൻ HDRനെയും സപ്പോർട്ടുമുണ്ട്. 32 മെഗാപിക്സൽ വരുന്ന പഞ്ച് ഹോൾ സെൽഫി ക്യാമറ യൂസ് ചെയ്ത് 60 FPS വരെയുള്ള 4K വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഐസെൻസ് ബ്ലാക്ക്, ഐസെൻസ് ബ്ലൂ എന്നിങ്ങനെയുള്ള കളർ ഓപ്ഷനിൽ വരുന്ന ഇതിന് ആസ്റ്റോൺ മാറ്റിൻ ഗ്രീൻ എന്ന ഒരു സ്പെഷ്യൽ കളർ ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള അനിമേഷൻസോട് കൂടിയാണ് റിയൽമി UI വരുന്നത്. എന്നാൽ ഒത്തിരി ബ്ലോട്ട്വെയർസ് ഇൻബിൽട്ടായി വരുന്നുണ്ട്. അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രഷ് ലുക്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ബട്ട് ഓവറോൾ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഇത് തരുന്നുണ്ട്. മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ സെർച്ച് ഓപ്ഷൻസും റൈറ്റ് ടോപ്പ് കോർണറിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ക്വിക്ക് സെറ്റിംഗ്സ് പാനലും വരുന്നത്. ലേറ്റസ്റ്റ് AI ഫീച്ചേഴ്സായ സർക്കിൾ ടു സെർച്ച്, ഗൂഗിളിൻ്റെ ജെമിനി AI എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഹോം അപ്ലയൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സിം ട്രേ നോക്കുകയാണെങ്കിൽ 2 നാനോ സിം ഇടാനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. എന്നാൽ ഈ സിം ഇടാനുള്ള ഓപ്ഷൻ ഒന്നും ഇതിനകത്ത് കണ്ടില്ല. പ്ലാസ്റ്റിക് ബാക്കിലും പ്ലാസ്റ്റിക് ഫ്രെയിമിലുമാണ് ഈ ഫോൺ വരുന്നത്. എന്നാലും വളരെ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ക്യാമറ മോഡ്സായ പോർട്രേറ്റ്, വീഡിയോ,
AI ലാൻഡ്സ്കേപ്പ് എന്നിങ്ങനെയുള്ള മോഡ്സ് കാണാം. 0.6 സൂമുള്ള അൾട്രാ വൈഡ് ഫോട്ടോസും 2x വരെ ഒപ്റ്റിക്കൽ സൂമുള്ള ഫോട്ടോസും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. പോർട്രേറ്റ് ഫോട്ടോസിനായി 2x വരെയുള്ള സൂമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. IP69 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടർ ക്യാമറ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡും ഇതിനകത്ത് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ക്യാമറയിലെടുത്ത കുറച്ച് സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. .4K വീഡിയോ പ്ലേബാക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സും വളരെ മികച്ച ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് അത്ര ലൗഡ് അല്ലെങ്കിലും ഒരു ഡീസൻറ്റ് പെർഫോമൻസ് തരുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഫീച്ചറായ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. GT മോഡ് എന്നുള്ളൊരു ബൂസ്റ്റ് മോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ഗെയിമിംഗ് ഓപ്ഷൻസ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 7000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇത് ചാർജറിലിട്ട് ബൈപ്പാസ് ചാർജ് ചെയ്ത് ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു ഹൈ ഗ്രാഫിക്സ് ഗെയിമും നല്ലൊരു ഗ്രാഫിക്സിലിട്ട് കൂടുതൽ നേരം കളിക്കാനും ഇതിനകത്ത് കഴിയുന്നതാണ്. യാതൊരുവിധ ഹീറ്റ് ഇഷ്യൂസ് ഇതിനകത്ത് വരുന്നില്ല. ചെറിയൊരു വാം മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. സോ ഈ ഒരു റേഞ്ചിൽ ലഭിക്കുന്ന വളരെ മികച്ച ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഫോൺ തന്നെയാണ് ഇതെന്ന് പറയാം. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിം ആണെങ്കിലും വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള IP69 ഒക്കെ റേറ്റിംഗ് ഉള്ള നല്ല മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഡീസൻറ്റ് ക്യാമറ ആൻഡ് വീഡിയോ പ്ലേബാക്ക് എക്സ്പീരിയൻസ് തരുന്ന വളരെ നല്ലൊരു ഫോൺ തന്നെയാണ് Realme GT7. ഇതുപോലുള്ള നല്ല ക്വാളിറ്റി യൂസ്ഡ് ഫോൺസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സെലൻട്രിക് എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്